നമസ്കാരം. കേരളത്തിൽ വളരെ നേരത്തെ തന്നെ ഈ സൈബർ ഇടങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി മാറിയിരുന്നത് CPM ആണ്. BJPയും അതുപോലെ സൈബർ ഇടങ്ങളിൽ അവരുടെ സാന്നിധ്യം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു ശരിക്കും ഈ സൈബർ ഇടത്തിൻ്റെ എല്ലാ ചുമതലയും വഹിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഡൽഹി കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം ആരംഭിക്കുകയും പാർട്ടിയുടെ മറ്റു തലങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോഴാണ് MV നികേഷ് കുമാറിനെ ഈ സൈബർ ഇടത്തിൻ്റെ മുഖ്യ ചുമതല CPM ഏൽപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് നികേഷിനെ കൊണ്ടുവന്ന് AK സെൻറ്ററിൽ ഇതിൻ്റെ ചുമതല കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും CPMൻ്റെ സൈബർ ടീമിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. ഈ ടീമിലുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾ ടീമിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇവരാരും ചില്ലറക്കാരല്ല. ദേശാഭിമാനിയിലും അല്ലാതെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്ന ES സുഭാഷ് ദേശാഭിമാനി ന്യൂസ് എഡിറ്ററായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ES സുഭാഷ്. അതുപോലെ K സുധാകരൻ, അദ്ദേഹം നേരത്തെ BS അച്യുതാനന്ദൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിരുന്ന ആളാണ്. ദേശാഭിമാനി ന്യൂസ് എഡിറ്ററായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ K മോഹൻദാസ് തുടങ്ങിയവരാണ് ഇപ്പോൾ സൈബർ ടീം ഇട്ടിരിക്കുന്നത്. ഇവർ സൈബർ ടീം വിടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് MV നികേഷ് കുമാറിൻ്റെ അനാവശ്യമായ ഇടപെടലുകൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സൈബർ ടീമിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ തീർത്തും അതൃപ്തനാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ സൈബർ ടീം ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ അബദ്ധങ്ങളും PR പരിപാടികളൊക്കെ തന്നെ പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളതാണ് ഇതിനുള്ള കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ചെയ്ത പല കാര്യങ്ങളും പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കരുതുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിമർശനങ്ങളെ നേരിടുന്ന കാര്യത്തിൽ അതിദയനീയമായി സൈബർ ടീം പരാജയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പല സംഭവങ്ങളിലും സൈബർ ടീം നേരത്തെ അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പല കാര്യങ്ങളും വലിയ തോതിൽ പൊളിയുകയും അത് പാർട്ടിക്ക് തന്നെ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുകയും ചെയ്തതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നയിക്കുന്ന പ്രചരണ പരിപാടിക്കിടെ ഒരു മുതിർന്ന വ്യക്തി മൊയ്തീൻ എന്നുള്ള വ്യക്തി അവിടെ എത്തി അദ്ദേഹത്തിന് തനിക്ക് പെൻഷൻ ലഭിച്ചതാണെന്ന് പറഞ്ഞൊരു തുക കൈമാറുകയും ഗോവിന്ദൻ മാഷ് തിരികെ നൽകുകയും ചെയ്ത സംഭവം വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ഈ സൈബർ ടീം അവരുടെ PR വർക്കിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങി പാർട്ടിക്കാരാണ് തനിക്ക് പണം തന്ന് ഗോവിന്ദൻ മാഷിന് പണം കൊടുപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തിയത് വലിയ തോതിലുള്ള മാനക്കേടാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്. പിന്നീട് ഒരുപക്ഷെ ആ മനുഷ്യൻ ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്നറിയില്ല, അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ അങ്ങനെ പറഞ്ഞതല്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് ഒഴിഞ്ഞു എങ്കിൽ പോലും നമുക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ഓരോ കാര്യങ്ങളിലും ഈ PR ടീം എടുത്ത നിലപാടുകൾ കാണിച്ച് മുഴുവൻ അബദ്ധങ്ങളായിരുന്നു. PC വിഷ്ണുനാഥ് MLA അപമാനിക്കുന്നതിന് വേണ്ടി ഇവർ തയ്യാറാക്കിയ നാടകവും ദയനീയമായി പൊളിഞ്ഞടങ്ങുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ സ്വന്തം മണ്ഡലമായ കുണ്ടറയിലെ ഒരു കശുവണ്ടി ഫാക്ടറി സന്ദർശിക്കാനെത്തിയ PC വിഷ്ണുനാഥിനെ പാർട്ടിക്കാരിയായ ഒരു ജീവനക്കാരിയെ കൊണ്ട് തടഞ്ഞു നിർത്തി ബഹളം വെപ്പിച്ചിട്ട് ഇത് കോൺഗ്രസ്സുകാരിയാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതും PR ടീം നടത്തിയൊരു കളിയായിരുന്നു. പക്ഷേ അതും പൊളിയുകയായിരുന്നു. കാരണം ഈ ബഹളം ഉണ്ടാക്കിയ വനിതയുടെ മകൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണെന്നും അവരുടെ മകൻ DFI നേതാവാണെന്നൊക്കെയുള്ള വസ്തുതകൾ പിന്നീട് വിഷ്ണുനാഥ് തന്നെ പുറത്തുവിടുകയായിരുന്നു. അതും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പല ചടങ്ങുകളിൽ അദ്ദേഹം ആളുകളോട് ദേഷ്യപ്പെടുന്നതും ബഹളം വയ്ക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പിണറായിക്ക് നേരെ അതിശക്തമായ സൈബർ ആക്രമണം ഉണ്ടാകുക പതിവാണ്. പക്ഷേ അതിനെന്നും തന്നെ സമഗ്രമായ രീതിയിൽ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ MV നികേഷ് കുമാർ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ അതീശത്വ സ്വഭാവം ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. ഈ 3 മാധ്യമപ്രവർത്തകരും MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചവരാണ്. അവർ വിവിധ മേഖലകളിൽ അല്ലാതെ അവരെ കഴിവ് തെളിയിച്ച വ്യക്തികളാണ്. അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു ടീമിനെ മുന്നോട്ട് നയിക്കാൻ നികേഷിനാകുന്നില്ല എന്നാണ് പൊതുവെ വരുന്ന പരാതി. കാരണം നികേഷ് പറയുന്ന അബദ്ധങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ ടീമിലുള്ള മറ്റുള്ള ജോലി എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവർ നിർബന്ധിതരായത് എന്ന് വേണം കരുതാൻ. MV നികേഷ് കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ് PR വർക്കിൻ്റെ ഭാഗമായി കിണറ്റിലിറങ്ങി തൊട്ടിൻകയറ് എടുക്കാൻ ഇറങ്ങിയതും അതിലൂടെ നികേഷ് കുമാർ അപഹാസ്യനായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ഇതേ ശൈലിയിലുള്ള ചില കാര്യങ്ങൾ, അതായത് പഴഞ്ചൻ PR രീതികളാണ്. നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും കാലം മാറിയത് മനസ്സിലാക്കാതെ നാട്ടുകാരുടെ മുന്നിൽ അപഹാസ്യരാകുകയും ചെയ്യുക എന്നുള്ളത് ഈ സൈബർ ടീം നടത്തുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും വ്യക്തമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ ടീം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ MV നികേഷ് കുമാറിനെതിരെ ഇവർക്കെല്ലാം ഇടയിൽ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് നികേഷിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. MV ഗോവിന്ദൻ തന്നെയാണ് നികേഷിനെ കൊണ്ടുവന്ന് AK സെൻറ്ററിൽ ഈ ഒരു ചുമതല ഏൽപ്പിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. MV നികേഷ് കുമാറിൻ്റെ പിതാവായ MV രാഘവൻ്റെ പഴയ ശിഷ്യൻ കൂടിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ബന്ധം കൂടി വെച്ചായിരിക്കാം MV ഗോവിന്ദൻ
നികേഷിനെ ആവശ്യത്തിലധികം സംരക്ഷിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഏതായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നികേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ടീമും ഒക്കെ തന്നെ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളോട് എത്തി എന്നുള്ള സത്യം ഒടുവിൽ പാർട്ടിയും മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും CPM-ൻ്റെ സൈബർ ടീമിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമായിരിക്കുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി വലിയ താമസമില്ലാതെ എത്തും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്.